ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു റിയാലിറ്റി TV ഷോയാണ് ബിഗ് ബോസ്. ഭാഷാഭേദമന്യേ ആൾക്കാർ കാണുന്ന ഈ റിയാലിറ്റി ഷോ ഇന്ത്യയിൽ തന്നെ കൂടിപ്പോയ ഒരു 5 ലാംഗ്വേജിലെങ്കിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസ് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ തമിഴ് ബിഗ് ബോസും ഹിന്ദി ബിഗ് ബോസുമാണ്. ഒരുപാട് മലയാളി പ്രേക്ഷകർ ഈ ഹിന്ദി ബിഗ് ബോസും തമിഴ് ബിഗ് ബോസൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ശനിയാഴ്ച, അതായത് ഒക്ടോബർ 6-ന് നമ്മുടെ തമിഴ് ബിഗ് ബോസും അതുപോലെ തന്നെ ഹിന്ദി ബിഗ് ബോസും സംപ്രേഷണം ആരംഭിക്കുകയാണ്. ഹിന്ദിയിൽ ഇത് 18ാമത്തെ സീസണാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ബിഗ് ബോസ് തുടങ്ങിയത് ഹിന്ദിയിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സീസൺസ് കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹിന്ദിയിലാണ്. മാത്രമല്ല തമിഴിൽ ഇത് 8ാം പതിപ്പാണ് വരാൻ പോകുന്നത്. ഒരു പ്രത്യേകത ഈ പ്രാവശ്യത്തെ തമിഴ് ബിഗ് ബോസിൻ്റെ അവതാരകൻ്റെ കാര്യത്തിലാണ്. അതായത് ഇത്രയും കാലം നമ്മുടെ തമിഴ് ബിഗ് ബോസിൻ്റെ അവതാരകൻ നമ്മുടെ കമൽ ഹാസൻ സാറായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം തന്നെ സിനിമകളുടെ തിരക്ക് കാരണം അദ്ദേഹത്തിന് ഈ ഷോ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പകരം നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിജയ് സേതുപതിയാണ് ഈ പ്രാവശ്യം തമിഴ് ബിഗ് ബോസ് അവതരണം ഏറ്റെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഹിന്ദിയിൽ നമ്മുടെ എപ്പോഴത്തെയും പോലെ സൽമാൻ ഖാൻ തന്നെയാണ്. ഹിന്ദി ബിഗ് ബോസിൽ സൽമാൻ ഖാൻ അല്ലാതെ വേറെ ആരെയും ഹോസ്റ്റായിട്ട് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. കാരണം അദ്ദേഹം ഒരു വളരെ നല്ല സൂപ്പറായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റിംഗ് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ ആ റിയാലിറ്റി ഷോ കാണും. സൽമാൻ ഖാന് വളരെയധികം ആരാധകരുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ദിവസങ്ങളിലൊന്നും എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ ശനിയും ഞായറും ഇരുന്ന് ഒരുപാട് പ്രേക്ഷകർ ആ ഷോ കാണുന്നതാണ്. എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് ബിഗ് ബോസ് തമിഴും ബിഗ് ബോസ് ഹിന്ദിയും കൂടി റിവ്യൂ ചെയ്യാം. നമ്മുടെ തമിഴ് ബിഗ് ബോസ് കാണുന്നവർക്കൊക്കെ അറിയാം, വളരെ സ്ട്രിക്റ്റായിട്ട് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കമൽ ഹാസൻ സാറ്. എന്തൊക്കെ ഷോയിൽ തെറ്റ് ചെയ്യുന്നവരെയൊക്കെ പുറത്താക്കുക, അതായത് നല്ല രീതിയിൽ അദ്ദേഹം എല്ലാവർക്കും വഴക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വിജയ് സേതുപതിയുടെ ഹോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. മാത്രമല്ല ഹിന്ദി ബിഗ് ബോസ് ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റി തോട്ട്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹിന്ദിയിലാണ് എപ്പോഴും ഓരോ വെറൈറ്റികളൊക്കെ പരീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ പ്രാവശ്യത്തെ ഹിന്ദി ബിഗ് ബോസിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഈ പ്രാവശ്യം എന്തായാലും ഹിന്ദിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയ സ്റ്റാർസ് ഒന്നും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ അധികം കാണില്ല എന്നൊക്കെ പറയുന്നു. ഒരു പഴയ രീതിയിൽ, അതായത് TV മേഖലയിലുള്ള ആൾക്കാരായിരിക്കും കൂടുതലെന്നൊക്കെ പറയുന്നതിനെക്കുറിച്ചൊന്നും എന്തായാലും എപ്പിസോഡ് വരുമ്പോഴേ നമുക്ക് ഇനി അതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല കൺഫേംഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ നിയ ശർമ്മയാണ്. നിയ ശർമ്മേനെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. നിയ ശർമ്മ ഭയങ്കര ഫേമസ് ആയ ഒരു ആക്ട്രസ്സാണ്. സോ അവർ മാത്രം ഇപ്പം കൺഫേം ആയൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല തമിഴിലും ഒരുപാട് പേര് നമുക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. തമിഴ് ബിഗ് ബോസിൽ അറിയപ്പെടുന്ന ഒരുപാട് ആക്ട്രസും ആക്ടേഴ്സും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. സോ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഒക്ടോബർ 6 വരെ വെയിറ്റ് ചെയ്തിരിക്കുക.